എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോവാണ്. ഞാനും എൻ്റെ +2 എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരെല്ലാവരും കൂടി. ഇപ്പം നാട്ടിൽ നിന്ന് നമ്മളിപ്പം വിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് നമ്മളിപ്പം കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ജസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 450 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക്. നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 3 ദിവസത്തെ വ്ളോഗ് കൊടൈക്കനാലിൽ വരുന്നതാണ്. അപ്പം ഇനി നമ്മളിപ്പോൾ രാത്രിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം സമയം ഇപ്പോൾ 9 മണിയായി. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി. ഇനി അവിടെ എത്തുന്നത് ഒരു 9-9:30 ആവും നമ്മളവിടെ എത്താൻ വേണ്ടി. അപ്പോൾ അതുവരെ ഇടയിലുള്ള നമ്മൾ ചായ പിടിക്കാൻ നിർത്തുന്നതും അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കുന്നതാണ്. ബാക്കി കൂടുതൽ വ്ളോഗ് നമ്മൾ കൊടൈക്കനാൽ എത്തി കാണിക്കുന്നതാണ്. നമ്മൾ മാഹി എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം ഇപ്പം 10:50. മാഹിയിൽ നമുക്ക് എണ്ണയുടെ വില കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ മാഹിയിൽ നിന്ന് എണ്ണ അടിക്കുന്നത്. ഇനി ആ ലോറിയുടെ ഇത് കാണിച്ചു. ഇപ്പം ഇവിടെ റോഡ് എന്തോ ഡീവിയേഷൻ വെച്ചിട്ടുണ്ട്. ഈ മുകളിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടികളും സർവീസ് റോഡിലാണ് പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് ലോറികളുടെ എണ്ണവും കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു ജിയോയുടെ പമ്പിൽ നിന്നാണ് നമ്മൾ എണ്ണ അടിക്കുന്നത്. അത് ഫ്രണ്ടിൽ വരും. നമ്മൾ ഇവിടുന്നാണ് അടിക്കുന്നത് എണ്ണ. പക്ഷെ നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും തിരക്കാണ്. അപ്പുറത്തെ സൈഡ് പോയി നോക്കി നോക്കാം. എല്ലായിടത്തും തിരക്ക് തന്നെയാണ്. നമ്മളിവിടെ എണ്ണ അടിച്ച് തരാൻ സമയം എടുക്കുമല്ലോ. തിരക്കിന്റെ വിഷ്വൽസ് കവർ ചെയ്യുന്നു. നമ്മളിപ്പം ഇടയിൽ കൂടെ നമ്മൾ കയറിയിട്ടുണ്ട്. എവിടെയാണ് സ്പേസ് ഉള്ളത് നോക്കാൻ വേണ്ടി. ഇതിൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഒരുത്തൻ അവൻ അതിലേ വന്നു. കില്ലാടിരാമൻ. ഇതാണ് ഇവിടുത്തെ പെട്രോൾ ബോയ്. നമ്മളിപ്പം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇടയിൽ കൂടെ കയറി വന്നുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയതാണ്. നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അടിക്കാൻ വേണ്ടി. നീ എവിടെ വന്നേ? ഉള്ളിൽ കയറിയായിരുന്നു. നമ്മളപ്പം എണ്ണയെല്ലാം അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. ഇനി ട്രിപ്പ് മാറ്റിയിടാം. അത് കിടന്നോട്ടെ. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് ഇനി നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ്. നമ്മളങ്ങനെ പഴനി എത്തിയിട്ടുണ്ട്. നമ്മളിനി പഴനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെയാന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഒരു എത്ര മണി? സമയം ഇപ്പോൾ 6:30 സമയം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കൊടൈക്കനാലിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഡ്രൈവർ സ്പൾബർ, പിന്നെ ഉണ്ടവാസു ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ഇവൻ ഞാൻ നേരത്തെ മറ്റേ ഇതിട്ട് എടാ അതൊന്നും ഇട്ടിരുന്നടാ പുന്നിട്ടാ. ആ രസം ഉണ്ടാവും. ഞാനാ? താങ്ക് യു. നമ്മളിപ്പം കൊടൈക്കനാലിലേക്ക് കയറാൻ വേണ്ടി പോവാണ്, ചുരം കയറാൻ വേണ്ടി പോവാണ്. അതിന്
മുൻപുള്ള ചെക്ക് പോസ്റ്റിൽ നമ്മളിപ്പോൾ നിർത്തിയിട്ടാണുള്ളത്. ഇ പാസ് എടുക്കണമായിരുന്നു. നമ്മൾ ഇ പാസ് എടുക്കാണ്ടാണ് വന്നത്. അപ്പം അതിനുവേണ്ടി ഒരു 15 മിനിറ്റ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോയി. ഇ പാസ് നമുക്ക് കിട്ടി. ഇനി നമ്മളിവിടുന്ന് നേരെ കൊടൈക്കനാൽ. അപ്പോൾ ഇനി കൊടൈക്കനാലിലേക്ക് ഒരു മണിക്കൂർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കുറേ കയറാനുണ്ട്. ചുരമാണ് ഇനി അങ്ങോട്ട് മൊത്തം. അപ്പം അതിൻ്റെ ഇടയിൽ നിന്നുള്ള വിഷ്വൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ കൊടൈക്കനാലിലേക്കുള്ള ചുരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം അത്യാവശ്യം ഹൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ട് വ്യൂ എല്ലാം കാണിച്ചു തരുന്നതാണ്. നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്തുന്നതിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അതിലേ വേണമെങ്കിൽ കയറാം. കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കൊടൈക്കനാൽ ടൗൺ എത്താറായി. അതിന് മുന്നോടിയായിട്ട് ഉള്ള ഒരു ടോള് പോലെ ഉള്ളൊരു സംഭവമാണിത്. എൻട്രി ലൈൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 60. അല്ല, പൈസ വാങ്ങണ്ട് 10 രൂപ വാങ്ങാണ്ട്. പോവാ. നമ്മൾ എൻട്രി എല്ലാം കൊടുത്ത് നമ്മളിപ്പം എൻട്രി എല്ലാം കൊടുത്ത് നമ്മളിങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ വാട്ടർഫാൾ. ഞാൻ പറഞ്ഞില്ലേ ടൗൺ എത്തുന്നതിന് മുന്നേ ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന്. വേണ്ടപ്പാ, നിർത്തമൊന്നും വേണ്ടപ്പാ, പോവാ. ഇത് കൊടൈക്കനാൽ ടൗൺ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു വാട്ടർഫാളാണ്. ഇവിടെ കുറേ ധാരാളം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൊടൈക്കനാൽ ടൗണിലേക്ക് എത്താനായി. ഇത് ഈ കാണുന്നതെല്ലാം കൊടൈക്കനാൽ ടൗണിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 1-2 സ്ഥലം കണ്ടിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം 12 മണിയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം നിൽക്കുന്നത് കൊടൈക്കനാൽ ടൗണിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറിയിട്ട്. അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നതെല്ലാം കാണിച്ചു തരാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. മതി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പൊക്കെ ഉണ്ടാവും കൊടൈക്കനാലല്ലേ. ഡോറെല്ലാം ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഇനി ഇത് നോക്കി ഇറങ്ങി അങ്ങ് പോണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജേണി? ടൈം എടുത്തു, നന്നായി. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറാം. അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ പൂരിയും ഇഡ്ഡലിയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോക്കേഴ്സ് വാക്കിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം. നമ്മളപ്പോൾ കോക്കേഴ്സ് വാക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പം പോവാണ്. നമ്മൾ ഇനി അവിടെ ടിക്കറ്റ് എടുത്ത് എൻട്രി ഫീ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എൻട്രി ഫീയും എടുത്തിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുവാണ്. ഇത് കൊടൈക്കനാൽ ടൗണിൽ തന്നെയാണ്. വലിയ ദൂരമൊന്നുമില്ല. മാപ്പിൽ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണാം. അധികം വലിയ ദൂരമൊന്നുമില്ല. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കോക്കേഴ്സ് വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലെ ഫേമസ് ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ
ഇവിടെ ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം കഴിച്ചിട്ട് പറയാം. എങ്ങനെയുണ്ട്? ഞാൻ 2023 വർഷം കഴിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വാസു രണ്ടാമത്തെ തവണയാണ് കഴിക്കുന്നത്. ക്യാറ്റ് എങ്ങനെയുണ്ട്? നമ്മൾ മെൽറ്റീസിന്ന് ചോക്ലേറ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പം നമ്മുടെ റൂമിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് വട്ടക്കനാലിലാണ്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള റൂമിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ചെക്ക് ഇൻ ചെയ്തു. ഇപ്പം നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. നമ്മൾ ഇന്നലെ രാത്രി മൊത്തം ഉറക്കം കഴിഞ്ഞ് വണ്ടി ഓടിച്ചാണ് വന്നത്. കാരണം നമ്മുടെ കണ്ണൂർ, അതായത് നമ്മൾ കണ്ണൂർ പയ്യന്നൂരിലാണ് നമ്മുടെ വീട്. എൻ്റെ കൂട്ടുകാരുടെ എല്ലാം വീട് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഒരു 9 മണിയാകുമ്പോൾ പോന്ന്. ഇന്ന് നമ്മൾ ഇവിടെ കൊടൈക്കനാലിൽ എത്തിയത് 9 മണിക്കാണ്. അപ്പം നമ്മൾ തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ കിടക്കാൻ പോവാണ്. നമ്മുടെ റൂം ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ നേരെ അപ്പുറം നല്ല വ്യൂ ഉള്ള സൈറ്റാണ്. അപ്പം ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം ഞാൻ നാളെ രാവിലെ കാണിക്കുന്നതാണ്. കാരണം രാവിലെ നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു പേസ്ട്രി കൂടി നമുക്ക് കഴിക്കാണ്ട്, ട്രൈ ചെയ്യാണ്ട്. അത് നമ്മൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യും. നമ്മളിനി ഇവിടെ ഒരു 2-3 ദിവസം ഉണ്ട്. നമ്മൾ നാളെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇനി പോകുന്നത് ഇവിടെയാണ്, അതായത് കൂക്കാലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഉള്ള 2 ദിവസം നമ്മൾ കൂക്കാലിലാണ്. ഈ വട്ടക്കനാൽ വരുന്നത് ഈ കൊടൈക്കനാൽ ടൗണിനോട് ചേർന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ സ്റ്റേ വരുന്നത്. ഇത് വരുന്നത് വട്ടക്കനാലിലാണ്. അപ്പം നമ്മുടെ റൂമിൻ്റെ ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ നാളെ കാണിക്കുന്നതാണ്. എല്ലാവരും ഇനി കിടന്നൊന്ന് ഉറങ്ങാൻ പോവാണ്, ഉച്ചഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പം വൈകുന്നേരം നമ്മൾ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ഉറങ്ങി എണീക്കുന്ന പോലെ. അപ്പം നമ്മൾ നടക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അതും കാണിക്കുന്നതാണ്. ഇപ്പം സമയം രാത്രി 9 മണിയായി. നമ്മൾ കടന്ന് ഉറങ്ങി എണീക്കാൻ വേണ്ടി നല്ല ലേറ്റായി. അതുകൊണ്ട് നടക്കാനൊന്നും പോയില്ല. ഇനി ഡിന്നറും കഴിച്ച് നമ്മൾ ആദ്യമേ കിടക്കാൻ പോവുകയാണ്. നമ്മൾ ഈ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണിത്. നമുക്ക് എല്ലാ റൂമിലേക്കും ക്യാമ്പ് ഫയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ക്യാമ്പ് ഫയർ കാണുന്നത് അപ്പുറത്തെ റൂമിൽ അലോക്കേറ്റ് ചെയ്ത ക്യാമ്പ് ഫയർ ആണ്. നമ്മൾ ക്യാമ്പ് ഫയർ എടുത്തിട്ടില്ല, കാരണം നമ്മൾ ലേറ്റായിട്ട് എണീച്ചത് കൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഉള്ള 2 ദിവസത്തെ റൂമിൽ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂമിലെ കെയർ ടേക്കർ. ബ്രോ എന്നാ പേര്? എന്നാ? കിഷോർ. എന്താ ഊര്? കൊടൈക്കനാൽതാ? ഓ അപ്പടിയാ. പിന്നെ നമുക്ക് അവിടെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ നമ്മുടെ കാർ പാർക്കിങ് കാര്യങ്ങളെല്ലാം. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ റൂമിൻ്റെ അപ്പുറം നമുക്ക് വ്യൂ പോയിൻ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂം എടുത്തത് തന്നെ. നമ്മൾ റൂം ഞാനിപ്പോൾ കാണിച്ചു തരാം. റൂം ഇതാണ് നമ്മുടെ റൂം. ഒരു മിറർ ഉണ്ട് ഇവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു റൂമും സംഭവമല്ലോ? മാറ്റി ഉറങ്ങിയ ആക്ട് ചെയ്യുന്നതാണ് ഉറങ്ങിയ പോലെ. എങ്ങനെയുണ്ട് റൂമും കാര്യങ്ങൾ? റൂമൊക്കെ വളരെ നല്ലതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം നന്നായിരുന്നോ? ഓ, നല്ല രീതിയിൽ എനിക്ക് ഉറക്കം കിട്ടി. നമ്മളൊക്കെ ഇടുവോ?
കണ്ടന്റ് വേറെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മള് 3 പേര് നമ്മൾ ഇവിടെ കിടന്ന് ഇവൻ ഇവിടെ കിടന്ന് ഡ്രസ് മാറിയാ ആ ഈ ഡ്രസ്സിലാണോ പോകുന്നത്? ആ എന്നാ ഞാൻ ഡ്രസ് മാറട്ടെ. മാറി ഇനി അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇന്നലെ വൈകുന്നേരം വിളിച്ചല്ലേ. പിന്നെ ഒരാള് ഇവിടെ ബെഡിട്ട് കിടന്ന് അങ്ങനെയായിരുന്നു നമ്മള്. അതെ, ഹീറോ പുറത്തിരിപ്പുണ്ട്, ബാൽക്കണിയിലെ വ്യൂവും കണ്ടിരിപ്പുണ്ട്. ഇത് നമ്മുടെ കൂട്ടത്തിലെ ഷൈ പേഴ്സൺ ആണ്. കൊയ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം? കൊയ് ഇവിടുത്തെ വ്യൂ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വെച്ചതൊന്നും കളഞ്ഞിട്ടില്ല. ഇവിടുന്ന് നമുക്ക് നല്ല വ്യൂ ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ സൺറൈസ് കാണണം എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷെ നടന്നില്ല. കാരണം നമ്മൾ എണീക്കാത്തതുകൊണ്ട് അതെല്ലാം മിസ്സായി. ഇവരുടെ എല്ലാ പ്രോപ്പർട്ടിന്നും ഈ സൈഡിലുള്ളതെല്ലാം ഇവരുടെ പ്രോപ്പർട്ടിയാണ്. ഇതിനടിയിലും ഒരു റൂമുണ്ട്. അടിയിലെ റൂമിന് പൈസ കുറവാണ്. ഈ മുകളിലത്തെ റൂമിന് എത്ര 500,000 രൂപ കൊണ്ട് കൂടുതലാണ്. കാരണം ഈ വ്യൂ കാണാനുള്ളത് കൊണ്ട് മുകളിലത്തെ റൂമിന് പൈസ കൂടുതലാണ്. താഴെയുള്ളവർക്ക് നമുക്ക് കിട്ടുന്ന ആ വ്യൂ അവർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ മുകളിൽ തന്നെ എടുത്ത്, പിന്നെ ക്യാമ്പ് ഫയർ ഒന്നും എടുത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ രാത്രി നല്ല തണുപ്പുണ്ട്. നമ്മൾ ക്യാമ്പ് ഫയർ വേണ്ടാന്ന് ഒരു 10-700 രൂപ ക്യാമ്പ് ഫയറിന് അധികം കൊടുക്കണം. നമ്മൾ പോകുന്ന 2 ദിവസത്തെ റൂമിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ക്യാമ്പ് ഫയർ അവിടെ ഉണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ നമ്മൾ അവിടെ എടുക്കും. അപ്പം അങ്ങനെ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നേ ഉള്ളൂ. എടാ കാപ്പിയുടെ പാത്രം ഒന്ന് എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അവൻ. ആ കാപ്പി കുടിച്ച പാത്രം കൊടുത്തോ? എവിടെ? ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നേ. ആ കപ്പ്, കാപ്പി കുടിച്ച കപ്പ്. അത് അവൻ ഇപ്പം പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ പിന്നെ പോകുന്നത് കൂക്കാലിലേക്കാണ്. നമ്മൾ സത്യം പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കൊടൈക്കനാലിൽ കാണുന്നത്, നമ്മൾ ഇന്നലെ ഒരു സ്ഥലം കണ്ടു. പിന്നെ നമ്മൾ ലേക്കൊക്കെ നമ്മൾ അവസാനത്തെ ദിവസമൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്താ, കൊടൈക്കനാലിലെ ടൗണിൽ മാത്രമേ സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാനുള്ളൂ. പിന്നെ നമുക്ക് മന്നവന്നൂരാണെന്ന് തോന്നുന്നു ഒരു ഷീപ്പ് ഫാമുണ്ട്. ഷീപ്പ് ഫാമിൽ ഒന്ന് പോകണം. അത് നമ്മൾ ഇന്ന് പോവും. അത് പോയിട്ട് നമ്മൾ കൂക്കാലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി ഇറക്കിയ റോഡ് നല്ല അടിപൊളിയാണ്, ചെറിയ റോഡ്. അത് പോകുമ്പം ഞാൻ ഉൾപ്പെടുത്താൻ പറ്റിയെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പം അങ്ങനെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് വരുമ്പം കാണിക്കാം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, പൂരിയും ബാജിക്കറിയും. അപ്പോൾ നമ്മളിനി ഇത് കഴിച്ച് നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മളിനി ഇവിടുന്ന് ഇറങ്ങും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതിലായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.